വെൽക്കം ബാക്ക് ടു ദ ഇംഗ്ലീഷ് ടൈം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് മെറ്റേണിറ്റി എന്ന ഭാഗമാണ്. അതിൻ്റെ കുറച്ചു ഭാഗങ്ങളെടുത്തു. ഇനി ബാക്കിയുള്ളത് പേജ് നമ്പർ 45. One day, unable to bear in further, Michele went to other side of the place where the Anatolians were. ഒരു ദിവസം സഹി കെട്ടപ്പോൾ മിക്കാലി അനറ്റോലിയൻസ് താമസിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു വശത്തേക്ക് ചെന്നു. They also had fled from the Turkish massacres in Asia Minor. ഏഷ്യ മൈനറിലെ തുർക്കികളുടെ കൂട്ടക്കൊലയിൽ നിന്നും പലായനം ചെയ്തവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നവർ. തുർക്കിഷ് മസാക്രസ് എന്ന് പറഞ്ഞാൽ തുർക്കികളുടെ കൂട്ടക്കൊല. മിക്കാലി ഹാഡ് ബീൻ ടോൾഡ് ദാറ്റ് there was a nursing mother there who might take pity on his baby. അപ്പോൾ മിക്കാലിയോട് അക്കൂട്ടത്തിൽ ഒരു മുലയൂട്ടുന്ന അമ്മയുണ്ട് എന്ന് മിക്കാലിയോട് ആരോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് തൻ്റെ ശിശുവിനോട് ദയവ് തോന്നിയേക്കുമെന്ന് തോന്നി. അതുകൊണ്ട് there he went full of hope. അങ്ങനെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവൻ അവിടെ ചെന്നത്. Their camp was like his the same misery. എന്നാൽ തൻ്റെ ക്യാമ്പിൽ അതേ ദുരിതങ്ങൾ തന്നെയായിരുന്നു അവിടെയുണ്ടായിരുന്നത്. Old women were crouched on pallets on the ground. തറയിൽ വിരിച്ച വൈക്കോൽ പായയിൽ വൃദ്ധരായ സ്ത്രീകളിങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുന്നു. Barefooted children played about in pool of dirty water. മലിനജലത്തിൽ നഗ്നപാതരായി കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുന്നു. As he approached, several old women rose to ask what he wanted. അവരെ മിക്കാലിങ്ങനെ സമീപിച്ചപ്പോൾ ധാരാളം വൃദ്ധ സ്ത്രീകൾ, പ്രായമായ സ്ത്രീകൾ അവർ എഴുന്നേറ്റ് എന്ത് വേണമെന്ന് ചോദിച്ചു. But he walked on and stopped only at the opening of a tent. എന്നാൽ അവന് നടത്തം തുടർന്നതേയുള്ളൂ. ഒരു കൂടാരത്തിൻ്റെ വാതിൽക്കലെത്തിയപ്പോൾ അവന് അവിടെ നിന്നു. From the interior of the tent came the sound of a wailing infant. ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. Have pity on this poor orphan and give him a little milk. I am a poor Armenian. ഈ പാവം അനാഥ ശിശുവിൻ ദയവ് തോന്നി അവനൊരൽപ്പം പാലു നൽകണമേ. ഞാനൊരു പാവം അർമേനിയക്കാരനാണ്. ഹീ സെഡ് ഇൻ ഗ്രീക്ക്. മിക്കാലി ഗ്രീക്കിൽ പറഞ്ഞു. അറ്റ് ഹിസ് അപ്പീൽ എ ലവ്ലി ഡാർക്ക് വുമൺ അപ്പിയേർഡ്. അവൻ്റെ ഈ അപേക്ഷ കേട്ട് ഒരു ഡാർക്ക് വുമൺ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഷീ ഹെൽഡ് ഇൻ ഹെർ ആം an infant blissfully sucking the maternal breast, its eyes half closed. അവളുടെ മാറിടത്തിൽ പാല് നുകർന്നുകൊണ്ട് ഒരു ശിശു പാതി അടഞ്ഞ കണ്ണുകളുമായി അവിടെ കിടപ്പുണ്ടായിരുന്നു. Let's see the kid. Is it a boy or girl? കുഞ്ഞിനെ ഒന്ന് കാണട്ടെ, ആൺകുട്ടിയോ പെൺകുട്ടിയോ? Michaelis heard tremble with joy. മിക്കാലിയുടെ ഹൃദയം സന്തോഷം കൊണ്ടിങ്ങനെ തുള്ളിച്ചാടാണ്. Several neighbors had come closer to see and they helped him to take from his shoulders the sack where the baby brother was held. With curiosity they leaned over. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അയൽക്കാർ ധാരാളം പേര് അവിടെ എത്തി. അവൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന ആ തുണിഭാണ്ഡത്തിൽ നിന്നും ശിശുവിനെ പുറത്തെടുക്കാൻ അവർക്ക് സഹായിച്ചു. ആകാംക്ഷയോടെയാണ് അവർ കുനിഞ്ഞ് നോക്കുന്നത്. ഹി ഡ്രൂ ബാക്ക് ദ കവർ. അവൻ ശിശുവിനെ മുഖം മൂടിയിരുന്ന ആ തുണി മാറ്റി. ദ വുമൺ ഗേവ് വെൻ ടു വാരിയസ് ക്രൈ ഓഫ് ഹൊറർ. പെട്ടെന്ന് ഭയന്ന ഒരു കരച്ചിൽ സ്ത്രീകളിൽ നിന്ന് ഉയർന്നു. ദ ചൈൽഡ് ഹാഡ് നോ ലോങ്ങർ എനിത്തിങ് ഹ്യൂമൻ അബൌട്ട് ഇറ്റ്. ആ കുഞ്ഞിന് മനുഷ്യരൂപം ഒന്നും ഉണ്ടായിരുന്നില്ല. The head had become enormous and the body of an incredible thinness. തല വലുതും ശരീരം
അവിശ്വസനീയമായി ശോഷിച്ചതുമായിരുന്നു. വാസ് ഓൾ shriveled up as until then it had sucked only its thumb. It was all swollen. അതുവരെ അവന് തള്ളവിരലിങ്ങനെ കുടിച്ചിരുന്നത്, തള്ളവിരലാണ് ഈമ്പിയിരുന്നത്, അങ്ങനെ അത് കുടിച്ചിരുന്നത് കൊണ്ട് അത് നീര് വന്ന് വീർത്തിരിക്കുന്നു. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. മിക്കാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. അത് വളരെ പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ മിക്കാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. മിക്കാലി പോലും ഭയന്ന് തല പിൻവലിച്ചു. ഓൾ ഓഫ് ദം ടുഗദർ ചേസ്ഡ് ഹിം ഹാവ് എ ത്രട്ടനിങ്. ഉടനെ എല്ലാവരും അവനെ ഭയപ്പെടുത്തി ഓടിച്ചു. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഹി വെന്റ് ഓഫ് ബിയറിംഗ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിംഗ് ഇൻ ഇറ്റ്സ് ഹങ്കർ. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീരിങ്ങനെ നിറഞ്ഞു. He went off bearing the little child still wailing in its hunger. വിശന്ന് കരയുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവന് അവിടെ നിന്നും പോയി. There was nothing to be done. അവനൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. The child was condemned to die of hunger. വിശന്ന് മരിക്കുവാന് ആ ശിശു വിധിക്കപ്പെട്ടിരിക്കുന്നു. മിക്കാലി ഫെൽറ്റ് ഹിംസെൽഫ് ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്. മിക്കാലിക്ക് താൻ ഏകനും അനാഥനുമായി ഒറ്റപ്പെട്ടതുമായിട്ട് അവന് തോന്നി. എ ചിൽ റാൻ അപ്പ് ഹിസ് സ്പൈൻ അറ്റ് ദ തോട്ട്സ് ദാറ്റ് ഹി വാസ് കെറിയിങ് സച്ച് എ അൺലക്കി ചൈൽഡ്. താൻ നിർഭാഗ്യവാനായ ഒരു കുഞ്ഞിനെയും കൊണ്ടാണല്ലോ നടക്കുന്നതെന്ന് ചിന്തിച്ചപ്പോൾ തന്നെ അവൻ്റെ നട്ടെല്ലിലൂടെ തണുപ്പിങ്ങനെ കയറി വന്നു. He slumped down in the shadow of a shed. ഒരു ഷെഡിൻ്റെ തണലിൽ അവൻ തളർന്നിരുന്നു. It was still very warm. ആ ഷെഡിൻ്റെ താഴെ അപ്പോഴും അവിടെ നിന്നും ചൂടൊന്നും മാറിയിട്ടില്ലായിരുന്നു. The country spread out before him in arid wasteland covered with refuse. മാലിന്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ആ തരിശ് ഭൂമി, ശൂന്യമായ ആ പ്രദേശം, ആ രാജ്യം അവൻ്റെ മുന്നിൽ പരന്ന് കിടക്കുന്നത് പോലെ തോന്നി. ന്യൂൺ റാങ് ഔട്ട് സംവേർ. എവിടെ നിന്നോ ഒരു ഉച്ചയായതിൻ ആ മണി മുഴക്കം കേട്ടു. ദ സൗണ്ട് റിമൈൻഡഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഈറ്റൻ നത്തിങ് സിൻസ് ഡേ ബിഫോർ. ആ മണിമുഴക്കം കേട്ടപ്പോൾ തലേ ദിവസം മുതൽ ഒന്നും കഴിച്ചിട്ടില്ലെന്നുള്ള ഓർമ്മ ആ ശബ്ദം അവനെ ഓർമ്മപ്പെടുത്തി. He would have to go sneaking about the street, round cafe terrace, fetching some half-eaten roll left on a plate, or else rank about in the garbage for what a dog would not have eaten. അപ്പോൾ തെരുവുകളിലൂടെയും ഹോട്ടലുകളിലൂടെയും ഒക്കെ, ഹോട്ടലിൻ്റെ ടെറസുകളിൽ ചുറ്റും ഒച്ച വെക്കാതെ അവനിങ്ങനെ നടന്നു. അവിടെ ആരെങ്കിലും പ്ലേറ്റിലൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടോ, ആഹാര സാധനങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടോ, നായ്ക്കൾ ഉപേക്ഷിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ തേടിയിട്ട് അവന് ഗാർബേജ്, ആ കുപ്പത്തൊട്ടിയിലൂടെ നടന്നു. സഡൻലി ലൈഫ് seemed to him so full of horror that he covered his face with his hand and began to sob desperately. പെട്ടെന്ന് അവന് തൻ്റെ ജീവിതം വലിയ ഭീതികൾക്ക് നടുവിലാണെന്ന് അവന് തോന്നി. He covered his face with his hands and began to sob desperately. അവന് കൈകൾ കൊണ്ട് മുഖം മറച്ച് നിസ്സഹായനായി കരഞ്ഞു. When he raised his head, a man stood before him, gazing down upon him. അവൻ തൻ്റെ തല ഉയർത്തിയപ്പോൾ ഒരാൾ മുന്നിൽ നിൽക്കുന്നത് കണ്ടു. മിക്കാലി recognized the chain man who often came to the camp to sell paper knickknacks and charms which no one ever bought from him anywhere. വില കുറഞ്ഞ ആഭരണങ്ങളും മറ്റൊക്കെ വിൽക്കുന്ന, ക്യാമ്പിൽ വന്ന് കച്ചവടം ചെയ്തിരുന്ന ചൈനക്കാരനാണ് അത് എന്ന് മിക്കാലി തിരിച്ചറിഞ്ഞു. എന്നാൽ ആരും അയാളിൽ നിന്ന് ഒന്നും വാങ്ങിയിരുന്നില്ല. കാരണം എന്താണ്?
Often they mocked him because of his color and his squint eye. അയാളുടെ നിറവും കോങ്ങണ്ണും പറഞ്ഞ് ആളുകൾ എപ്പോഴും അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. Mikali saw that he was looking gently down at him and moving his lips as though to speak. തന്നെ വളരെ സഹതാപപൂർവമാണ് അയാൾ നോക്കുന്നത്. മിക്കാലി അത് കണ്ടു. എന്തോ പറയാൻ വേണ്ടി അയാൾ ചുണ്ടുകൾ ചലിപ്പിക്കുന്നുണ്ട്. ഫൈനലി ദ ചൈനമാൻ സെഡ്, യു മസ്റ്റ് നോട്ട് ക്രൈ ബോയ്. അവസാനം അദ്ദേഹം പറഞ്ഞു, നീ കരയരുത് കുട്ടി. ദെൻ ടൈമിഡ്ലി കം വിത്ത് മീ. അല്പം ഒരു ലജ്ജയോടുകൂടി പറഞ്ഞു, എന്നോടൊപ്പം വരൂ. മിക്കാലിസ് ഓൺലി ആൻസർ was to shake his head negatively. He longed to flee. He had heard so many horrors about the quality of Orientals. പറ്റില്ലെന്നർത്ഥത്തിൽ മിക്കാലി ഒന്ന് തലയാട്ട് മാത്രമാണ് ചെയ്തത്. അവിടെ നിന്നും ഓടിപ്പോവാനൊക്കെ മിക്കാലി ആഗ്രഹിച്ചു. കാരണം എന്താണ്? ഹി ഹാഡ് ഹിയർഡ് സോ മെനി ഹൊറേഴ്സ് അബൌട്ട് ദ ക്വാലിറ്റി ഓഫ് ഓറിയൻ്റൽസ്. പൗരസ്ഥരായ ആളുകളുടെ ക്രൂരതയെക്കുറിച്ച് അവന് ധാരാളം കേട്ടിരിക്കുന്നു. യെറ്റ് ദ മാൻ റിമൈൻഡ് ദേർ ആൻഡ് ഡിഡ് നോട്ട് ബേജ്. എന്നിട്ടും അയാൾ അവിടെ നിന്ന് പോകാതെ നിന്ന്. സോ ബീൻ ഇൻ ഗ്രേറ്റ് ഡിസ്ട്രസ് മിക്കാലി ഫോളോഡ് ഹിം. അങ്ങനെ അതുകൊണ്ട് മിക്കാലി മടിച്ചിട്ടാണെങ്കിലും മിക്കാലി അയാളെ പിന്തുടർന്നു. വാട്ട് മോർ ഓഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം. ഇതിലധികം എന്താണ് തനിക്കിനി സംഭവിക്കാനുള്ളത്? സംഭവിക്കാനൊക്കെയുള്ളതൊക്കെ സംഭവിച്ചു. ഇനിയിപ്പോൾ ഇയാളെ കൂടെ പോയാൽ എന്താ എന്ന് വിചാരിച്ച മിക്കാലി അയാളുടെ കൂടെ പോയി. ആസ് ദേ വാക്ക്ഡ് അലോൺ ഹി സ്റ്റംബിൾഡ് വീക്ക്ലി ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വിത്തിൻ ദ ചൈൽഡ്. നടന്നു പോകുമ്പോൾ ക്ഷീണിച്ച് അവശനായ അവന് കുഞ്ഞിനെയും കൊണ്ട് വീഴാൻ തുടങ്ങി. ദ ചൈനാമാൻ കെയിം ടു ഹിം ആൻഡ് ടേക്കിംഗ് ദ ബേബി ഇൻ ഹിസ് ആം ടെൻഡർലി പ്രസ്ഡ് ഇറ്റ് ടു ഹിം. ഈ സമയത്ത് ചൈനക്കാരൻ കുഞ്ഞിനെ തൻ്റെ കൈകളിൽ നിന്നും വാങ്ങിയിട്ട് സ്നേഹപൂർവ്വം മാറോട് ചേർത്തു. They crossed several empty loads and then the man took a little lane that led them to a sort of wooden cabin surrounded by a very small garden. ജനവാസമില്ലാത്ത പല നാടുകളിലൂടെയും സ്ഥലങ്ങളിലൂടെയൊക്കെ കടന്നുപോയി ഒരു പാതയോരത്ത് അവരെത്തിച്ചേർന്നു. മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൊച്ചു വീട്ടിലേക്ക് ചെന്നു. അതിന് ചുറ്റും ഗാർഡൻ ഉണ്ട്. ഹി സ്റ്റോപ്ഡ് ബിഫോർ ദ ഡോർ ആൻഡ് ക്ലാപ്ഡ് ഹിസ് ഹാൻഡ് ട്വൈസ്. അയാൾ വാതിലിൽ 2 തവണ ഒന്ന് തട്ടി. എ ഫ്യൂ ലൈറ്റ് സ്റ്റെപ്പ് ഇൻസൈഡ് ആൻഡ് എ ടിനി പേഴ്സൺ കെയിം ടു ഓപ്പൺ ദ ഡോർ. അയാൾ വാതിൽ തട്ടിയ സമയത്ത് അകത്തൊരു ചെറിയ കാലടി ശബ്ദം കേട്ടു. ഒരു കുറുകിയ സ്ത്രീ വന്ന് വാതിൽ തുറന്നു. seen the man, her face reddened, and then a happy smile lit it up. She made a brief courtesy to them. As Mikali remained her, hesitatingly rooted to the threshold, the Chinaman said to him, "Come in. Then do not be afraid. This is my wife." അങ്ങനെ ഒരു സ്ത്രീ വാതിൽക്കൽ വന്ന് വാതിലൊക്കെ തുറന്നു. സന്തോഷത്തോടെ ഒരു ചിരി അവളുടെ മുഖത്ത് വിരിഞ്ഞു. എന്നിട്ട് വളരെ ഒരു സൽക്കാരത്തോടുകൂടി, ആതിഥ്യ മര്യാദയോടുകൂടി ഒരു അതിഥി എന്ന നിലക്ക് മിക്കാലിയെ അവർ സ്വീകരിച്ചു. എന്നാൽ മിക്കാലി വാതിൽക്കൽ അങ്ങനെ നിന്നു. ആസ് മിക്കാലി റിമൈൻഡ് ദേർ ഹെസിറ്റേറ്റിംഗ്ലി റൂട്ടഡ് ടു ദ threshold, the Chinaman said to him, ചൈനാമാൻ പറഞ്ഞു, "Coming then, do not be afraid." നീ ഭയപ്പെടേണ്ട, അകത്തേക്ക് വന്നോളൂ. ദിസ് ഈസ് മൈ വൈഫ്. ഇതെൻ്റെ ഭാര്യയാണ്. മിക്കാലി went into the room. Rather large, it seemed separated in the middle by a colored paper screen. മിക്കാലി മുറിയിലേക്ക് ചെന്നു. അത് പുറമേ കണ്ടതിലും വലിയ മുറിയായിരുന്നു. നല്ല നിറമുള്ള, സെപ്പറേറ്റഡ് ഇൻ ദ മിഡിൽ ബൈ എ കളേർഡ് പേപ്പർ സ്ക്രീൻ. അതിൻ്റെ മധ്യം ഒരു സ്ക്രീന് കൊണ്ട് അതിൻ്റെ മധ്യഭാഗം അവരിങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഓൾസോ ക്ലീൻ ആൻഡ് നീറ്റ്, തോ വെരി പുവർ ലുക്കിംഗ്. വളരെ
വില കുറഞ്ഞ വസ്തുക്കളാണെങ്കിലും വൃത്തിയും വെടിപ്പും ഉണ്ടായിരുന്നു. ഇൻ കോർണർ ഹി നോട്ടീസ്ഡ് എ വിക്കർ ക്രാഡിൽ. ആ മുറിയുടെ മൂലയിൽ ഒരു ചൂരൽ കൊണ്ട് നിർമ്മിച്ച തൊട്ടിൽ കണ്ടു. ദാറ്റ് ഇസ് മൈ ബേബി, അതെൻ്റെ കുഞ്ഞാണ്, said the young woman, cocking her head graciously to one side and smiling at him. തല ഒരു വശത്തേക്ക് ചെരിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് ആ യുവതി പറഞ്ഞു, he is very tiny and very beautiful, come and see. അവൻ ഒരു കൊച്ചു സുന്ദരനാണ്, വന്ന് കണ്ടോളൂ. മിക്കാലി went up closer and silently admired it. മിക്കാലി അടുത്ത് ചെന്ന് നിശബ്ദനായി അതിനെ നോക്കി നിന്നു. A chubby baby, but lately out of the darkness of the maternal body, slept peacefully covered with a gold brocade cloth like a little king. അമ്മയുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് നല്ല സ്വർണ്ണ നിറമുള്ള കസവ് തുണിയിൽ പൊതിഞ്ഞ ആ കൊച്ചി ഒരു കൊച്ചു രാജകുമാരനെ പോലെ ഇങ്ങനെ ഉറങ്ങുന്നു. തൻ്റെ ഹസ്ബൻഡ് കോൾഡ് ഹിസ് വൈഫ് ഓവർ. അപ്പോൾ ഭർത്താവ് ഭാര്യയെ വിളിച്ചു. ഹി ടോൾഡ് ഹെർ ടു സിറ്റ് ഓൺ സ്റ്റ്യൂ മാറ്റ്. അവളോട് പുൽപ്പായിൽ ഇരിക്കാൻ പറഞ്ഞു. വിതൗട്ട് എ വേർഡ്സ് ഹി സെറ്റ് ഡൗൺ ഓൺ ഹെർ ലാപ്പ് ദ ലിറ്റിൽ ഫാമിഷ്ഡ് വൺ, ബോയിങ് ചീപ്ലി ബിഫോർ ഹെർ. പിന്നെ ഒരു വാക്കും പറയാതെ അവളുടെ മടിയിലേക്ക് വിശന്ന് തളർന്ന കുഞ്ഞിനെ വെച്ചു കൊടുത്തു. The woman leaned over with astonishment and drew back the covering in which the child was wrapped. അവൾ അത്ഭുതത്തോടു കൂടി കുഞ്ഞിനെ പൊതിഞ്ഞിരുന്ന ആ തുണി ഇങ്ങനെ നീക്കി നോക്കി. It appeared to her in all its skeletonic horror. ആ വിരിപ്പ് നീക്കിയപ്പോൾ, കുഞ്ഞിൻ്റെ മുഖത്തിട്ടിരിക്കുന്ന ആ വിരിപ്പ് നീക്കിയപ്പോൾ വളരെ ശോഷിച്ച മെലിഞ്ഞുപോയ എല്ലൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഭീകരമായി കുഞ്ഞ് അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഷീ ഗേവ് എ ക്രൈ ഓഫ് ഇമ്മൻസ് പിറ്റി, then pressed the babe to her heart. അവൾ ഇത് കണ്ടപ്പോൾ ദയനീയമായി കരഞ്ഞു. പിന്നെ കുഞ്ഞിനെ മാറോട് ചേർത്തണച്ചു. Then with a gesture of modesty she brought forward a flap of her robe over the milk-swollen breast and the poor gluttonous infant suckling there. പിന്നെ വളരെ സൗമ്യമായി തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു പാളി തുറന്ന് പാൽ ഊറി നിൽക്കുന്ന സ്തനം വിശന്ന് വലഞ്ഞ കുഞ്ഞ് ആർത്തിയോടെ വലിച്ച് കുടിക്കുവാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ മെറ്റേണിറ്റി എന്ന് പറഞ്ഞ പാഠം. ഒരു അനക്ഡോട്ടാണ്, നടന്ന സംഭവ കഥയാണ്. ഇതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ പല വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പാഠത്തിൻ്റെ യൂണിറ്റിൻ്റെ ഹെഡിങ് നമ്മൾ പറഞ്ഞത് സ്നേഹക്കെട്ട് എന്നാണ്. പലരും ഒഴിവാക്കിയ ഒരു കുട്ടിയെ, വളരെ ഭീകരമായ രൂപമാണ് ആ കുട്ടിക്കുള്ളത്. എന്നിട്ടും ഒരമ്മ കുട്ടിയുടെ വില മനസ്സിലാക്കി ആ അമ്മയുടെ സ്നേഹം ആ കുഞ്ഞിന് നൽകുകയാണ്. ആ കുഞ്ഞ് ഏതാണെന്ന് പോലും അറിയില്ല. ഒന്നും അറിയാത്തൊരു കുഞ്ഞിനെ അമ്മ സ്നേഹിച്ച് മുലപ്പാൽ കൊടുക്കുന്ന ഒരു സുന്ദര കാഴ്ചയാണ് ഇതിൻ്റെ അവസാനമായി നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്നേഹം. നമ്മളെല്ലായിടത്തും കൊടുക്കണം, എല്ലാവർക്കും കൊടുക്കണം സ്നേഹം. സ്നേഹം കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. മാതാപിതാക്കളുടെ സ്നേഹം, സുഹൃത്തുക്കളുടെ സ്നേഹം, അധ്യാപകന്മാരുടെ സ്നേഹം, നാട്ടുകാരുടെ സ്നേഹം, കുടുംബക്കാരുടെ സ്നേഹം, എല്ലാം ഓരോന്നിനും ഓരോ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കണം. എല്ലാവരെയും സ്നേഹിക്കുക, സന്തോഷിപ്പിക്കുക. ഓക്കെ, അതാണ് നമുക്ക് ഈ പാഠം തരുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.